കേന്ദ്രത്തിന്റെ ബജറ്റ് കേരളത്തോടുള്ള കടുത്ത വിവേചനവും അവഗണനയും വെളിവാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളവും ഉണ്ടെന്നത് നിർമ്മലാ സീതാരാമൻ വിസ്മരിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം തഴയപ്പെട്ടു. അവഗണനയ്ക്ക് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിലെ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെക്കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇപ്പോ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. കടലാമയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെയാണ് കടലാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. അത് സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് മാത്രം. ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ ഏകദേശം പഴയ ഒഴിക്കേണ്ടി വരുന്നവരാണ് നമ്മളെല്ലാം. ആ കാര്യത്തിൽ വേണമെന്നത് കേരളം ആവശ്യപ്പെടുന്നതാണ്. അർദ്ധ അതിവേഗ റെയിലാണ് നമ്മൾ ചോദിച്ചിരുന്നത്. ഇപ്പൊ BJP-യുടെ അതിനെപ്പറ്റിയുള്ള പ്രതികരണം നേരത്തെ നടത്തിയതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങൾ അവയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് പരിഗണിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതാണല്ലോ. നമ്മളതിനൊന്നും എതിരല്ല. തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിനും എല്ലാം അതിവേഗ റെയിൽ ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണത്. പക്ഷേ എന്താണ് കേരളത്തിനുള്ള അയോഗ്യത? ആ അയോഗ്യതയെപ്പറ്റി നമ്മൾ തന്നെ സ്വയം ബോധവാന്മാരാകേണ്ടതുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ സംസ്ഥാനങ്ങളിലേതുപോലുള്ള ഒരു വികാരമല്ല. പുതിയ പദ്ധതികൾ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചില കക്ഷികൾ സ്വീകരിക്കുന്നത്. ഇപ്പോ ജനങ്ങൾ തീരുമാനിച്ചു, കഴിഞ്ഞ 10 വർഷമായി LDF അധികാരത്തിലിരിക്കുകയാണ്. അത് ഞങ്ങൾ അധികാരത്തിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി ഇരുന്നതല്ലാലോ. ജനങ്ങൾ തീരുമാനിച്ചു LDF ആണ് അധികാരത്തിലിരിക്കേണ്ടത്. ആദ്യത്തെ 5 വർഷം 2016 മുതൽ 2021 വരെ സാധാരണ കേരളത്തിൽ നടക്കുന്നത് പോലെ
നിലവിലുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയെ മാറ്റി LDFനെ അധികാരത്തിലേറ്റിയതാണ് എന്നാണ് ചിലരെല്ലാം കരുതിയത്. പക്ഷേ അത്തരമൊരു മാറ്റം മാത്രമായിരുന്നില്ല അത്. കാരണം നമ്മുടെ നാട് വല്ലാതെ തകർന്നുപോയ ഒരു കാലമായിരുന്നു 2016. ആ തകർച്ചയിൽ നിന്ന് ഇനി കരകയറാനാകുമോ എന്ന ശങ്ക പോലും പലർക്കുമുണ്ടായി. അവിടുന്നാണ് കാലമായിരുന്നു 2016. ആ തകർച്ചയിൽ നിന്ന് ഇനി കരകയറാനാകുമോ എന്ന ശങ്ക പോലും പലർക്കുമുണ്ടായി. അവിടുന്നാണ് LDF അധികാരത്തിലിരിക്കട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത്. LDF അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ച നടപടികൾ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ളതായി. കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ നല്ല പ്രത്യാശയുള്ളവരായി മാറി. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെത്തി. അതിൻ്റെ തുടർച്ചയായാണ് 5 വർഷം പൂർത്തിയായപ്പോ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും UDF നടത്തിയിട്ടും ഏതെല്ലാം തരത്തിൽ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ കഴിയോ അതിനുള്ള എല്ലാ കുൽസിത നീക്കങ്ങളും നെറുകെട്ട വഴികളുമെല്ലാം സ്വീകരിച്ചിട്ടും ജനങ്ങളുടെ നിലപാടിലോ മനോഭാവത്തിലോ മാറ്റമുണ്ടായില്ല. നിലവിലുള്ളതിൽ നിന്നും LDFന്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് 99 സീറ്റുകളോടെ LDFനെ അധികാരത്തിലേറ്റുന്ന സമീപനമാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. പക്ഷേ 2021 മുതൽ അതിനു മുൻപുള്ളതും എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ഈ കേരളത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനമാണ് നമ്മുടെ പ്രതിപക്ഷം സ്വീകരിച്ചു വന്നത്. അതില് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കഠിനമായ എതിർപ്പാണ് രേഖപ്പെടുത്തിപ്പോയത്. എന്താണ് എതിർപ്പിന് അടിസ്ഥാനം? എന്തിനെയാണ് എതിർക്കുന്നത്? അതിനെക്കുറിച്ച് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവരെ എതിർക്കുകയായിരുന്നു. ഇപ്പോ ഒരു പദ്ധതിയും വരാൻ പാടില്ല എന്നതായിരുന്നു നിലപാട്. എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചു. അപ്പോ കേരളത്തോട് കാണിക്കുന്ന അവഗണന തുടരാൻ കേന്ദ്ര ഗവൺമെന്റിന് അവസരമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളെ
വാക്കിലോ നോക്കിലോ വിമർശിക്കാൻ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷത്തിന്റെ വാക്കുകളും നിലപാടുകളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെ പിന്താങ്ങുന്ന നിലയിലേക്ക് എത്തി. ഇതാണ്